ഹലോ. ഹലോ ആ. ലേഖ സാഹിബ്, ഞാൻ അസീസ് ആര്യകോടും. പറയും എന്തേ? ഞാൻ ഇപ്പൊ ഉള്ളത് KMCT-ലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം തീർക്കാന്നുള്ളതായിട്ട് വിളിച്ചതാ. എന്ത് ക്ലിപ്പ്? സ്ത്രീവിരുദ്ധമാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ക്ലിപ്പ്, അതായത് മഹറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്തൊരു കഷ്ടം. നമ്മൾ തമ്മിൽ ഇപ്പൊ ഇനി സംശയം തീർപ്പിക്കലൊക്കെ ഉണ്ടോ? അത് ചോദിച്ചാലല്ലേ തീരുള്ളൂ. നിങ്ങൾ ചോദിച്ചോളി. മഹർ സംവിധാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഞാൻ തെറ്റാണ്. തെറ്റാണ്. അതെ. സ്ത്രീകളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, സ്ത്രീകളുടെ അതിലെ മൂല്യം വില കുറയ്ക്കുകയാണ് പറഞ്ഞ് ചെയ്യുന്നത്. ഉറപ്പിച്ച് വെക്കേണ്ട സാധനമല്ല സ്ത്രീ ശരീരം. സ്ത്രീ അത് ശരീരം മൂല്യം കുറക്കുകയാണോ കൂട്ടുകയാണോ എന്ന് ചെയ്യുന്നതല്ലേ ഇപ്പോൾ ചോദിക്കണേ? അതെ, സ്ത്രീകളെ അങ്ങേയറ്റം മൂല്യം കുറക്കുകയാണ്. അപമാനിക്കുന്ന സാധനമാണത്. നിങ്ങളെ കാഴ്ചപ്പാടിൽ അപമാനിക്കുന്നതായിട്ട് കാണുന്നു. ആരുടെ കാഴ്ചപ്പാടില്ല. സ്ത്രീ ശരീരത്തിന് വില പറഞ്ഞിട്ട് വെക്കുന്ന ഏർപ്പാടാണ്. സ്ത്രീ ശരീരത്തിനല്ല, സ്ത്രീയുടെ അവയവത്തിന്. അത് സത്യത്തില് സ്ത്രീകളുടെ ഇജ്ജത്തിന് കുറവ് വരുത്തുന്ന സംഗതിയല്ലേ എന്ത്? കാണിക്കുന്നത്. സ്ത്രീകളുടെ ശരീരഭാഗം ഉപയോഗിക്കുന്നതിന് പൈസ തീരുമാനിക്കുന്നതിനോ? ആര് തീരുമാനിച്ചു? ആര് തീരുമാനിച്ചാലും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു, ആര് തീരുമാനിച്ചാലും, അതിപ്പോ സ്ത്രീ തീരുമാനിച്ചാലും പുരുഷൻ തീരുമാനിച്ചാലും സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് തീരുമാനിച്ചാലും ഒരു ശാരീരിക അവയവം ഉപയോഗിക്കുന്നതിന് വില നിശ്ചയിക്കുന്ന പരിപാടിയാണ് മഹർ. അങ്ങനെയല്ലേ ചോദിക്കുന്നത്. അതായത് മഹർ നിശ്ചയിക്കുക എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഇത് മഹർ ആരാണ് നിശ്ചയിക്കുന്നത്? ഒരു ഭോഗവസ്തുവാക്കി മാറ്റുന്ന ഏർപ്പാടാണ് മഹർ. ഓക്കെ, ആരാണ് മഹർ നിശ്ചയിക്കുന്നത്? ആര് നിശ്ചയിച്ചാലും തെറ്റാണ്. അപ്പൊ സ്ത്രീ, ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ ഉണ്ടെന്ന് വിചാരിക്കുക, എന്റെ ശരീരം ഉപയോഗിക്കാൻ 500 റുപ്യാണ് വില എന്നാ സ്ത്രീ തീരുമാനിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഈ മഹർ സംവിധാനം അള്ളാഹുത്താൽ ഏർപ്പാടാക്കിയോണ്ട് അത് തെറ്റാണെന്നുള്ളതാണോ? അതല്ല സ്ത്രീ ആര് ഏർപ്പാടാക്കിയതായാലും ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയാണ് എന്റെ ശരീരം ഉപയോഗിക്കാൻ 1000 റുപ്യാണ് അല്ലെങ്കിൽ 500 റുപ്യാണ് എന്ന് ആ സ്ത്രീ തീരുമാനിച്ചുകൊണ്ട് അത് ശരിയാവുമല്ലോ. ഞാൻ ഒരു സംഗതി ചോദിക്കട്ടെ. അതായത് ഈ ഭൂമിയിൽ മൂല്യം നിർണ്ണയിക്കാത്ത ഒരു അമൂല്യമായിട്ടുള്ള നിധിയായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകളുടെ മഹർ എന്നുള്ളത്. അതായത് ലോക അവസാനം വരെ ആ രീതിയിൽ മൂല്യം നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചൊരു സംവിധാനം. കുട്ടികളോട് പറഞ്ഞു പറ്റിക്കാൻ നോക്കി. മദ്രസ കുട്ടികളോടല്ല, നിങ്ങൾ എനിക്കുള്ള റിപ്ലൈ തരികയില്ല വിഷയത്തിൽ. അതാ പറഞ്ഞത്, ഒരു സ്ത്രീ ശരീരത്തിന് വില പറഞ്ഞിട്ട് ഒരു ഇപ്പൊ മഹർ നിങ്ങൾ ഉദ്ദേശിക്കണ വിവാഹ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ? അതിന് വിലയല്ല കണക്കാക്കുന്നത്, അതെന്താ മനസ്സിലാക്കാത്തല്ലേ? എങ്ങനെ വൈവാഹിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ നിങ്ങൾ മഹർ പറയണത്? അതിന് വില കണക്കാക്കിയിട്ടില്ല ഇന്ന് വരെ ആരും. അല്ല, ആയിക്കോട്ടെ, അതല്ലേ മഹർ. അത് എനിക്ക് ആവശ്യമുള്ള, എനിക്ക് എത്ര വേണ്ടത് എന്നുള്ള വാങ്ങിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹുത്താലിൽ വെച്ചോണ്ട് എത്ര കോടി ഉറുപ്പ്യ ചെലവാക്കിയാലും ശരി, അത് കൂലി നൽകപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. അങ്ങനത്തെ എന്തിന് പകരമുള്ള കൂലിയാണത്? അത് വ്യക്തമാക്കി വിഷയം വ്യക്തമാക്കി നമ്മള് ആ വിഷയം വ്യക്തമാക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കണ ഒന്നാമത്തെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്തിനു വേണ്ടി നിശ്ചയിക്കുന്ന വിലയാണ് മഹർ, എന്നിട്ടല്ലേ വേറെ വർത്താനുള്ളൂ. ഒരു സ്ത്രീ ഒരു പുരുഷനാണ് ആ വിഷയം ആ രീതിയിൽ ഓപ്പോസിറ്റ് വരുന്നെങ്കിലോ ആര് തീരുമാനിച്ചാലും, ഞാൻ ഇതിനുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്തിനു വേണ്ടി നിശ്ചയിക്കുന്ന വിലയാണ് മഹർ? ഒരു സ്ത്രീയുടെ വിൽപ്പന അവസ്ഥയിൽ വില വരുന്ന ഒരു സംഗതിക്ക് തന്നെയാണ് മഹർ എന്ന് പറയുന്നത്. വിൽക്കുകയാണ്. ഒരു സ്ത്രീയുടെ എന്താ വിൽക്കണേ? അതെ, അവിടെ എല്ലാ താല്പര്യങ്ങളും ഭർത്താവിൽ കൂടെ പൂർത്തിയാക്കാൻ. എന്താണ് ഒരു സ്ത്രീയുടെ എന്തിനു പകരമാണ് വില നിശ്ചയിക്കുന്നത്? ഒരു സ്ത്രീയുടെ താല്പര്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാൻ താല്പര്യത്തിനാണെങ്കിൽ പിന്നെ അതിന് വില നിശ്ചയിക്കേണ്ട കാര്യമല്ലല്ലോ. ഞാൻ പറയണമെന്ന് സമ്മതിക്ക്. ഒരു സ്ത്രീന്റെ സ്വാർത്ഥമായിട്ടുള്ള പല താല്പര്യങ്ങളും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതിപ്പോ ഒരു സ്ത്രീക്ക് ഭയങ്കര താല്പര്യമാണെങ്കിൽ ഇപ്പൊ അതിന് സ്ത്രീ വില നിശ്ചയിച്ച് കാത്തിരിക്കൂലോ. ഓളെ ആവശ്യങ്ങൾ ത്യജിക്കുന്നുണ്ട്. ആവശ്യക്കാരന് ഔചിത്യല്ല എന്നാണല്ലോ. അപ്പൊ സ്ത്രീക്ക് ആവശ്യം, സ്ത്രീക്ക് നിയന്ത്രിക്കാനാവാത്ത എന്തോ ഒരു സാധനം പിന്നെ അതിന് പകരമായിട്ടുള്ളതാണെങ്കിൽ സ്ത്രീ വില കൂട്ടി പറഞ്ഞിരിക്കൂലല്ലോ. ലേഖത്തെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആവശ്യങ്ങൾ വിവാഹത്തിൽ കൂടെ ഇത് എന്തിന് പകരമാണ് ഈ വില നിശ്ചയിക്കുന്നത്? അതേ, ഒരു സ്ത്രീക്ക് എത്ര, ഞാൻ ഒരു സെക്കൻഡ്, അതായത് അതെ ഞാൻ വ്യക്തമാക്കി പച്ച പറയുന്നുണ്ടല്ലോ ആ വിഷയങ്ങള്. നിങ്ങളൊന്ന് സമ്മതിക്ക്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വരുന്ന പല താല്പര്യങ്ങളും അവിടെ ആവശ്യങ്ങളും ത്യജിച്ചിട്ട് ഒരു ഭർത്താവിന്റെ മുമ്പിൽ അവിടെ ഒരു ത്യാഗത്തിന് തയ്യാറാവുന്നുണ്ട്. ആ ഒരു അതായത് സ്ത്രീ ത്യാഗത്തിന് തയ്യാറാവുക, എന്നിട്ട് അതിന് സ്ത്രീ തന്നെ വില നിശ്ചയിക്കുക. അതെ, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട്. കാരണം അതിന് മൂല്യം അന്ന് നിർണ്ണയിച്ചില്ല. അതായത് ലോകത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ല. നിങ്ങൾ വേറെ കാണിച്ചു നിങ്ങൾ ഇത് എന്തിനുള്ള വിലയാണെന്ന് പറയും മനുഷ്യ.
ലേഖസായി നിങ്ങൾക്ക് ലേഖസായി എന്തിനുള്ള വിലയാണ്? അത് എന്തിന് ഞാൻ ഇപ്പൊ നിങ്ങളോട് പകരമാണ് ഈ വില പറഞ്ഞു തന്നില്ലേ? നിശ്ചയിക്കുന്നത്? നിങ്ങൾ പറയും. നിങ്ങൾ പൊട്ടംകളി കളിക്കല് പറഞ്ഞു അല്ല, തന്നു നിങ്ങൾക്ക്. നിങ്ങൾ 4:24 എടുത്ത് വായിച്ചോളി. ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ, നമുക്ക് സാധാ ആ സീത അല്ല, മനുഷ്യർക്ക് തീരുന്ന സാധാ പോലത്തെ സീത തന്നെ ഖുറാൻ പറയല്ലോ. എടുക്കേ, ഖുറാൻ എടുക്കേ. എന്തിന് പകരമാണ് വില നിശ്ചയിക്കണേ? ഞാൻ പറഞ്ഞതിലെ ഇല്ല, കാര്യങ്ങള് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ സാധാ സീത മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയും. ഒരു കച്ചവടം തന്നെയാണ് നടത്തുന്നത്, അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. എന്തിന്റെ കച്ചവടം? ഒരു എന്തിന്റെ സ്ത്രീയെ ഒരു കച്ചവടം? ഭർത്താവിന് വേണ്ടിയിട്ട് എന്താക്കാണ്, എന്തിന്റെ തയ്യാറാക്കാണ്, കച്ചവടം? നിങ്ങൾ വിൽപ്പന ചെറുക്കായിട്ട് മാറ്റുകയാണെന്ന് വെച്ചോളി. നിങ്ങൾ വെറുതെ ഈ സാഹിത്യ ഭാഷ പറയാതെ സാധാ സീത മനുഷ്യന്മാർക്ക് പറയണ പോലെ ഒരു സ്ത്രീ തന്റെ എന്താണ് കച്ചവടം ചെയ്യണേ വില പറഞ്ഞിട്ട്? ഒരു സ്ത്രീയുടെ മുഴുവൻ ത്യാഗങ്ങളും ത്യജിച്ച് ഒരു ഭർത്താവിനെ ഇങ്ങനെയൊന്നും ഉൾക്കൊണ്ട് പറഞ്ഞ സാധാ സീത മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. ഇന്നിപ്പം ഒരു ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ത്യജിക്കൽ കഴിഞ്ഞിട്ടാണ് അവിടെ സ്റ്റാഫായിട്ട് നിന്നിട്ടാണ് അതൊക്കെ സാലറി വാങ്ങുന്നത്. മഹർ എന്തിനു വേണ്ടി നിശ്ചയിക്കുന്ന വിലയാണ് അത് പറയും. ഒരു ഭർത്താവിന് വിൽക്കുകയാണെന്ന്. എന്താ വിൽക്കണത്? ആ സ്വന്തം ആ താല്പര്യം ആ സ്ത്രീയുടെ എല്ലാം മൊത്തത്തിൽ കച്ചവടം ചെയ്യുന്നതാണ് ചെയ്യുന്നത്, അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അല്ല മഹർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫിഖ്ഹിലൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്തിനാ പറയാതിരിക്കണേ? ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്താ മടി? മഹർ എന്താ? നിങ്ങൾ പറയേ, എന്തിനു വേണ്ടി നിശ്ചയിക്കുന്ന വിലയാണ് മഹർ? ഹദീസിലുണ്ടല്ലോ, നിങ്ങൾ ഹദീസ് എടുക്കൂലേ? ഒരു ഒരു വിഷയം പറയാതെ, അതായത് സാധാ സീതാ മനുഷ്യര്, സാധാരണക്കാരായ ആളുകള് ഒരു ഡോക്ടർ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് ഒരു മരുന്ന് എഴുതി കൊടുക്കുമ്പോ അതിന്റെ കണ്ടന്റും കാര്യങ്ങളും കംപ്ലീറ്റ് അത് ചോദിച്ചിട്ടോ അതല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടോ എന്നതിന് ശേഷമല്ല ആ വിഷയം എഴുതി കൊടുക്കുന്നത്. ഓരോരുത്തരുടെ സാഹചര്യ സന്ദർഭം അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിക്ക് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവും. അതെടുത്ത് കൊണ്ടുവന്ന് ഇതിന്റെ ആന്തരികമായിട്ട് വശങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊന്നും പറയണ്ട. മഹർ വില നിശ്ചയിക്കാണ്, വിൽക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അത് സ്ത്രീയാണ് തീരുമാനിക്കണൊക്കെ പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയിട്ടുള്ള വിലയാണത്? എന്താ ഈ സാധാ സീത മനുഷ്യർക്ക് അറിയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ലളിതമായ മലയാളത്തിൽ പറഞ്ഞു. നിങ്ങൾ എന്തോന്ന് മനസ്സിലാക്കിച്ചണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോന്ന് മനസ്സിലാക്കിച്ചണല്ലോ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കി തന്നാ മതി. നിങ്ങൾ ഒരു സ്ത്രീയുടെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വീഡിയോയിൽ പറഞ്ഞു, അത് കേട്ടിട്ടാണല്ലോ ഇപ്പൊ നിങ്ങളെ വിളിച്ചത്. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് താല്പര്യമായി ഒന്നും ചെറിയ രീതിയിൽ വിവാഹത്തിന് തയ്യാറാവാ. ഇനി അതല്ല, കോടികളെ വില മതിക്കുന്ന രീതി അവൾക്ക് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് ഭർത്താവിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് അവളുടെ അവകാശമാണ്. അങ്ങനത്തെ ഒരു സാധനം, മൂല്യമുള്ള സാധനം ഭൂമിയിൽ വേറെ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നതാണ്. പടച്ചോനിന്റെ അവകാശം എനിക്ക് വിൽക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമല്ലേ? അല്ല, എന്താ വ്യക്തിപരമായിട്ട് ഭർത്താവായിട്ട് നിങ്ങൾ എന്താ വെക്കുന്നത്? ഞാൻ എന്നെ മൊത്തം വിൽക്കാന്ന് വെച്ചോളി. ഈ മഹറിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ മടിക്കണേ? ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ അതായത് ഖുർആൻ 100% ഹക്കായ വിഷയങ്ങൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളതിലൊന്ന് കണ്ടിട്ടുണ്ടാവില്ല. അതൊന്നും പറഞ്ഞാണ്. ഞാൻ കണ്ടത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. മഹറൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടാണല്ലോ ഇപ്പൊ വിളിച്ചത്. നിങ്ങൾ പറയും എന്തിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ വില നിശ്ചയിക്കാനുള്ള അധികാരം സ്ത്രീക്കാണ്, അത് വിൽക്കുകയാണ്. എന്താ വിൽക്കണത് ഇത് പറയും. 4-5 ദിവസമായിട്ട് ഞാൻ ലൈംഗികാവയവം സുഖാസ്വാദനത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരമായി നിശ്ചയിക്കുന്ന വിലയാണോ മഹർ? അല്ല, കൂടുതൽ നീട്ടിക്കൊണ്ടോണ്ടെന്നുള്ള ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അതിനെ പറ്റി മനസ്സിലാക്കി. സ്ത്രീ ശരീരം പുരുഷന്റെ സുഖാസ്വാദനത്തിന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുന്നതിന് ഭാഗമായിട്ട് സ്ത്രീക്ക് നിശ്ചയിക്കാവുന്ന വിലയാണോ മഹർ? അത് നിക്കാഹ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടില്ല വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണോ പച്ച പറയുന്നുണ്ടല്ലോ. എന്താണ് ആ രീതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് എന്തോടെ പറയുന്നുള്ള വ്യക്തമാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ പറയേ, സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കി എന്താ പറഞ്ഞു? ഞാൻ അതല്ലേ ഇപ്പൊ ചോദിച്ച നിങ്ങളോട്. എന്നാ കൂടുതൽ സമയം പിടിച്ചുകൊണ്ടോണ്ടല്ലോ നിങ്ങൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിച്ചെന്ന് പറഞ്ഞു. അതന്നെ, സ്ത്രീയുടെ ശരീരത്തുമ്മ സുഖം ആസ്വദിക്കാൻ വേണ്ടി സ്ത്രീക്ക് വില കൊടുക്കുന്ന വില ആണ് മഹർ. അത് മാത്രല്ലേ അതാണ് പ്രൈമറി സാധനം, ഖുർആൻ പറഞ്ഞിട്ടുള്ള സാധനം. സ്ത്രീകൾക്ക് മാത്രല്ലല്ലോ, പുരുഷന്മാരുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. പുരുഷന്മാരെ കിട്ടാതെ സ്ത്രീകൾക്കും ആവശ്യം പൂർത്തിയാവില്ലല്ലോ. അപ്പൊ പൈസ ഉള്ള കൊടുത്ത് കൂടുതൽ ഡിമാൻഡ് ഉള്ളവൻ കൂടുതൽ പൈസ ഉള്ള കൂടുതൽ ഡിമാൻഡുള്ള ശരീരം പോയി വാങ്ങും. അത്രയല്ലേ ഉള്ളൂ. അത് കുറച്ചു കാലം മുന്നേ ആണുങ്ങൾക്ക് ഡിമാൻഡ് നിങ്ങൾക്ക് അറിഞ്ഞില്ലേ? ഇങ്ങോട്ട് സ്ത്രീ ചൂഷണം ചെയ്തില്ലേനോ? പട്ടായ പോയിക്കണ സ്ത്രീകളെ ചൂഷണം ചെയ്തില്ലായിരുന്നോ? നിങ്ങൾക്ക് അറിയണല്ലേ? നിങ്ങൾ പെണ്ണ് കാണാൻ പോണ സമയത്ത് അധികാരം വിട്ടുകൊടുത്തു നിങ്ങൾ പെണ്ണ് കാണാൻ പോണ എത്ര വീട്ടിൽ കയറിയാണ്? എങ്ങനെ മഹാനായ പ്രവാചകൻ ആ വില നിശ്ചയിക്കാനുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുത്തത് അല്ലേ? അല്ലല്ല, പിന്നെ അതൊക്കെയാണ് നിങ്ങളെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതിന്റെ ഫിലോസഫി മനസ്സിലാക്കണം. പൊന്നാര മുത്തലോ സ്ത്രീകളുടെ യോനി ഉപയോഗിക്കാൻ വേണ്ടി പുരുഷന് വില നിശ്ചയിച്ചിട്ട് കൈമാറ്റം ചെയ്യുന്ന സ്ത്രീ ശരീരത്തിന് കൊടുക്കുന്ന വില മഹർ, അതിൽ എന്തെന്ന് ഫിലോസഫി?
മനുഷ്യന്മാരെ കളിയാക്കല് അല്ല, അത് ഞാൻ മാത്രമാണോ? ചോദിക്കട്ടെ, രണ്ട് വ്യക്തികൾ തമ്മില് ഒരു പിന്നെ പരസ്പര സമ്മതത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കണം എന്ന് തീരുമാനിച്ച ഒരു കുടുംബം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അവിടെ എവിടെയാണ് ഒരു ശരീരത്തിന് വില നിശ്ചയിക്കണേ? നിങ്ങൾ സംസാരത്തില് ഒന്ന് സംസ്കാരമുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ സംസ്കാരം എന്ന് പറഞ്ഞപ്പോ അല്ല, കിതാബിൽ വേണ്ടാത്ത വേർഡ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് പ്യൂർ ആകുന്ന രീതിയിലായി കഴിഞ്ഞാൽ സന്തോഷം. പറഞ്ഞത് എന്താ സംസ്കാരം അല്ലാതെ പറഞ്ഞ ഈ അല്ല, അത് എനിക്ക് വാക്കുകൾ കേൾക്കുമ്പോഴുള്ള പ്രയാസമുള്ളൂ. നിങ്ങൾക്ക് സംസാരിച്ച് ശീലിച്ചോണ്ട് പ്രയാസമല്ല. ഈ വാക്കുകൾ ഫിഖിൽ എഴുതി വെച്ചിട്ടില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫിഖ് എന്താന്നല്ലേ ഞങ്ങളോട് ഇപ്പൊ സൂചിപ്പിച്ച്. ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച് ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് കണ്ടന്റ് ചോദിച്ചിട്ടോ ചെയ്ത് ഫിഖ് എന്താന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്കും എനിക്കും അറിയാലോ. ഫിഖ് എന്താന്നുള്ളത് നോർമലായിട്ട് ഞങ്ങളോട് ഇപ്പൊ പറഞ്ഞു. ഓരോ രോഗികൾ വരുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കണം. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന തത്വങ്ങൾ അതൊന്നുമല്ല ഫിഖ്. അതിന്റെ ഉള്ളിലുള്ള നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് ഇത് ഇസ്ലാമിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാന്ന് പണ്ട് ആൾക്കാർ പറയുമ്പോ ഞാൻ വിചാരിച്ചത് വെറുതെ അസൂയോണ്ട് പറയാന്ന്. ഞാൻ ലേഖ സാഹിബ് എന്തെങ്കിലും ആട്ടെ ഇത് പറഞ്ഞാൽ നേരം കഴിഞ്ഞ കാര്യം നമ്മളെ വിഷയത്തേക്ക് കയറുക. വിഷയത്തേക്ക് കയറാം. അതിന് മുമ്പ് ഒരു ഖുർആൻ വാചനം വായിച്ചുതരാം. ഞാൻ നിങ്ങൾ എന്താ മനസ്സിലാക്കിയ അതിനനുസരിച്ച് സംസാരിച്ചാൽ മതി. വളരെ എളുപ്പമുള്ള കാര്യം. നമ്മൾ ഖുർആൻ വചനം എടുക്കുക. അപ്പൊ പിന്നെ നിങ്ങളെ മനസ്സിലാക്കലും എന്റെ മനസ്സിലാക്കലും വലിയ നിങ്ങൾ അള്ള മയർ നിശ്ചയിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണത് തോന്നിയാസാണ് പറയുന്നത്. മഹറൊന്നും നിശ്ചയിച്ചിട്ടില്ല. നിങ്ങളെല്ലാം മയർ പിന്നെ ആരാ മയർ നിശ്ചയിക്കണേ? സ്ത്രീകൾക്ക് മയർ വാങ്ങുന്നതിൽ കൂടെ മൂല്യം കൂടിയാണ് ഞാൻ പഠിച്ചത്. ഒരിക്കലും കുറയുന്നില്ല. അവിടെ എന്തിന്റെ മൂല്യം കൂടണ പറയും. അത്തരം വാല്യൂസ് നിർണ്ണയിക്കാത്ത ഒരു വസ്തു ലോകത്തില്ല. എന്താണ് ഈ മൂല്യം? എന്താ മൂല്യം? വ്യക്തിത്വമാണോ? ചെറിയ വിഷയം. അതായത് ഒരു പരിധി വിട്ടൊരു സംഗതിയിലേക്ക് സമ്പത്ത് ചെലവഴിക്കാന്നുള്ള ഇസ്രാഫാണ്. നിങ്ങൾ മിണ്ടല്ലേ? ഒരു സംഗതിയിലേക്ക് പരിധി വിട്ടിട്ട് സമ്പത്ത് ചെലവഴിക്കാന്ന് ഇസ്രാഫാണ്, തെറ്റാണ്, വലിയ തോന്നിയാസിന്റെ ഘടകത്തിലാണ് അള്ളാഹു തആല കൂട്ടുക. അതേ സ്ഥാനത്ത് ഒരു സ്ത്രീ എന്ത് ചോദിച്ചാലും ശരി അത് കൊടുക്കുന്നതിൽ കൂടെ പ്രതിഫലം കിട്ടുന്ന ഒരു തീരുമാനം വെച്ച ഒരു അമലുണ്ടെങ്കിൽ അതുള്ളത്. ഇനി കുറച്ച് കാണിച്ചാൽ അത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് വെച്ചു കൊടുത്തതാണ്. അതിൽ പോയിട്ട് എന്തിനാ തലയിട്ടാണ് നമ്മൾ വെറുതെ ആടാ കടകട അറിഞ്ഞിട്ട് വെറുതെ ബുദ്ധിമുട്ടാക്കണവരെ? സ്ത്രീകൾ ഉമറിൽ തന്നെ മുന്നേ ചോദ്യം ചെയ്തില്ല വിഷയത്തിൽ. ഞങ്ങളോട് ചോദിക്കട്ടെ, അതാ രീതിയിലൊന്നും കുറച്ച് നോർമൽ നോളേജും കൂടി ഇല്ലാത്ത സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടല്ലേ എന്നുള്ളത് മാത്രമേ ഞാൻ അപേക്ഷകളെ മുന്നിൽ വെക്കുന്നുള്ളൂ. അതൊരു വിഷയം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയണ പോലെ എടുത്ത് പോയി പഠിക്കണം. നിങ്ങൾക്കൊരു വിഷയത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ പോലെ എടുത്ത് പോയിട്ട് പഠിക്കണം. ഞാൻ മുമ്പേ നിങ്ങളോട് പറയുന്നുണ്ട്, ഡോക്ടറേറ്റ് എടുക്കാനോ അല്ലെ MBBS എടുക്കാനോ അറുശാലയിൽ പോയിട്ടല്ല ഇത് പഠിക്കേണ്ടത്. അത് വരുന്ന അപാകതങ്ങൾ എടുത്ത് നല്ലോണം സംഭവിക്കുന്നുണ്ട്. സാധാ സീതാ ജനങ്ങളുടെ വിവരക്കേട് ചൂഷണം ചെയ്യാൻ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ തെറ്റാ. ജനങ്ങളുടെ ബുദ്ധിയുള്ള ജനങ്ങളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്നത്. എന്താ അർത്ഥം? എങ്ങനെ എന്താ എന്ത് തരാറുണ്ട് നിങ്ങള്? എന്താ അർത്ഥം? നിങ്ങൾ താരാറുണ്ട്. നിങ്ങൾ അതിന് താരാറ് പറഞ്ഞുതരാ. എന്നിട്ട് മുഹസിനീന ഗൈറ എന്താണ് മുസാഫിഹീന എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ എന്താ പറയണ അറിയോ? ഫമസ്തതഅതും ബിഹി മിൻഹുന്ന ഫാത്തൂഹുന്ന ഉജൂറഹുന്ന ഫരീളത്തുൻ. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഓർമ്മയിലായിട്ടാണോ ചോദിക്കട്ടെ? ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേരി. ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേരി. നിസ്കാരക്കാരനാണ് വലിയ നാശം ഖുർആനിൽ പറയുന്നുണ്ട്. ശരിയാണോ? നിസ്കരിക്കാൻ പറ്റൂലേ? അങ്ങനെ അവരിൽ നിന്ന് നിങ്ങൾ വല്ല സുഖവും അനുഭവിച്ചാൽ അവർക്കുള്ള വിവാഹ മൂല്യം ഒരു ബാധ്യത എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പൊ എന്തിനുള്ള മഹർ? എന്തേലും തരാർത്ത ഞങ്ങളോട് പറഞ്ഞല്ലോ. വില നിശ്ചയിക്കാനുള്ള അധികാരം സ്ത്രീക്ക് കൊടുത്തു. അതാണോ അപ്പോ നിങ്ങൾ ഒരു സംഗതി വ്യാഖ്യാനിക്കുമ്പോ ഡീപ്പായിട്ട് ആ വിഷയം പൂർത്തീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ സ്പ്രെഡ് ചെയ്യണം. എവിടേക്ക് വ്യാഖ്യാനിച്ചാലും നിങ്ങൾ നിക്കാഹിൽ പറയുന്ന വാക്കുൾപ്പെടെ മുസ്ലിം സ്ത്രീകളെ ഇത്രമേൽ അപമതിക്കുന്ന വേറൊരു വാർത്താനം ഇസ്ലാമിലില്ല മഹറിനോളം. മഹർ അത്രമേൽ നീചമാണ്, നികൃഷ്ടമാണ്. ഏറ്റവും വിവരക്കേടങ്ങളാ പറയണേ. കാരണം ഒരു നിക്കാഹിൽ ഏറ്റെടുക്കുമ്പോ അവളുടെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവ് ആ വിഷയത്തിൽ ഏറ്റെടുക്കുന്നത്. അതിൽ വെറും ബന്ധപ്പെടൽ മാത്രമേ ഉള്ളൂ, ശരീര വിഷയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതേ ചെയ്യണുള്ളൂ. വീട്ടിൽ കുടുംബത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി കൊടുക്കുന്നില്ലേ? ആ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസങ്ങൾ പൂർത്തിയാക്കുന്നില്ലേ? അവളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നില്ലേ?
ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ അവകാശങ്ങൾ, ഭർത്താവിൽ നിന്നുള്ള സ്ത്രീയുടെ അവകാശങ്ങൾ മുഴുവൻ ഭർത്താവിന്റെ സുഖാസ്വാദനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലേ? അതിനിപ്പോ എന്താ തെറ്റുണ്ട്? ആണോ അല്ലേ? അത് മാത്രല്ല, പിന്നെ ചെലവിന് കൊടുക്കുന്ന ആരോടെ പറയണത്? അതൊക്കെ അതിന്റെ ഭാഗമാണ്. എന്ത് ഭാഗം? എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരുപാട് നിയമങ്ങൾ ഇന്നാളെ നമ്മൾ ശാരീരിക സുഖാസ്വാദനം എന്ന ഒരു കുറ്റിയിലാണ് ഈ സ്ത്രീയുടെ അവകാശങ്ങൾ മുഴുവൻ കെട്ടിവെച്ചിട്ടുള്ളത്. ഒരു സെക്കൻഡ് ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. അപ്പൊ ഒരു മുസ്ലിമായ പുരുഷൻ രാത്രി ഭാര്യക്ക് തലവേദന അല്ലെങ്കിൽ മൂടില്ല, തലവേദന ഒന്നും വേണ്ട, മൂടില്ല, ഒരു ശാരീരിക ബന്ധത്തിനൊന്നുള്ള ഒരു മൂടില്ല അവർക്ക്. പല അവസ്ഥകളുണ്ടാവല്ലോ സ്ത്രീകൾക്ക്. അപ്പൊ ആ മൂഡ് ഇല്ലാത്ത ഒരു കാരണം പറഞ്ഞുകൊണ്ട് പുരുഷന് അത് നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് വയ്യ കാക്കേ, ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ മതപരമായി ഫിഖ്ഹി നിയമം അനുസരിച്ചിട്ട് ആ സ്ത്രീക്ക് അന്ന് ചെലവിന് കൊടുക്കൽ ചങ്ങായിക്ക് ബാധ്യത ഉണ്ടോ? മതം പറയണം. ബാധ്യത ഉണ്ടോ? എന്നാ അതിന്റെ തെളിവ് തന്നോളി. നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു കേട്ടോ. അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയുടെ പേരില്ല, മൂടില്ല, അത്രേ ഉള്ളൂ. മൂടില്ല എന്നാ അങ്ങനെ പറഞ്ഞേരി. അതന്നെ മൂടില്ല, മൂടില്ല കാക്കയെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അന്ന് അതിന്റെ വ്യത്യാസം പറയാം. ഇനി ഒരു വ്യത്യാസമല്ല, ഇനി ഒരു മൂടില്ലായ്മയില്ല, ഒന്നുമില്ല. ഞാൻ പറയട്ടെ ലേഖ സാഹിബ്, ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ആ വിഷയത്തില്. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മൂടില്ലെങ്കിലും അവൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഡീപ്പാക്കി പറഞ്ഞുതരാം. ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ആവശ്യം നിലനിൽക്കുന്നുണ്ട് എന്ന അവൾക്ക് മൂടില്ലെങ്കിലും 25 ആളെ ഒരു ദിവസം പിരിച്ചുവിടാനുള്ള കപ്പാസിറ്റി അള്ളാഹുത്തല സ്ത്രീകൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റി ആണുങ്ങൾക്ക് വെച്ചിട്ടില്ല. ആണുങ്ങൾ മരം കയറി ഓടി കഴിച്ചിടാൻ വേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും, നോർമലായിട്ട് വരും, സാധാരണക്കാർക്ക് തീരണ കാലത്ത് പറഞ്ഞു പച്ച തന്നെ പറയാം, പച്ച തന്നെ പറഞ്ഞുതരാം. അതേ സ്ഥാനത്ത് ആണുങ്ങളെ ആ സ്ഥാനത്ത് അള്ളാഹുത്തല കൃഷിയിടം എന്നെങ്ങാനും ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ആണുങ്ങൾ പോയി തൂങ്ങി ജീവൻ കളയേണ്ടി വരും. ആ വിഷയത്തിൽ ആണുങ്ങൾ അയോഗ്യരാണ്. മിനിമം ചില ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചേക്കേണ്ടിയുണ്ട്. ഞാനിപ്പോ അതിന്റെ ബയോളജിക്ക് ഒന്നും പോണില്ല. വേണ്ട, ഒരു എവിടെയെങ്കിലും പുരുഷ സമ്മതിച്ചു, പക്ഷെ സമ്മതിച്ചില്ല. അപ്പോഴോ? അതുകൊണ്ടാണ് സ്ത്രീ വേശ്യാലയം നടക്കുള്ളൂ, പുരുഷ വേശ്യാലയം ഇവിടെ നടക്കാത്തതുകൊണ്ടാണ്. ഇതുമൊക്കെ വരി, ചെലവിന് കൊടുക്കണമൊക്കെ വരി, പൊന്നാര മുത്ത. നമ്മൾ ഈ ഒരു വിഷയമാണ് ടച്ച് ചെയ്ത് സംസാരിക്കണം, മഹറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഹലാലായ മണിയറയിൽ കയറുമ്പോൾ നിങ്ങൾ എന്തിനാ ഈ വേശ്യാലയത്തിന്റെ കഥ പറയുന്നത്? നിങ്ങൾ ഇത് പറയും, ഹലാലായ മണിയറത്തെ കഥ പറയും. അപ്പൊ അവിടെ നിങ്ങൾ ഒന്ന് മാത്രം പ്രസ് ചെയ്യാതെ കംപ്ലീറ്റ് വിഷയം എടുത്ത് പുറത്ത് കിടിങ്ങൾക്ക് താല്പര്യമായിട്ട് ബന്ധപ്പെട്ടു. താല്പര്യ വിഷയത്തിൽ ഒരു സ്ത്രീനെ ഏറ്റെടുക്കുന്നത് ഓടിയിട്ട് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഉത്തരവാദിത്ത തലേക്ക് ഏറ്റി വെക്കുന്നുണ്ട് ഭർത്താവ്. ആയിക്കോട്ടെ, പെണ്ണ് പറയാണ് എനിക്ക് വയ്യ, എനിക്ക് ഇന്ന് വയ്യ. വയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, മൂടില്ല, വേണ്ടാന്നാ തീരുമാനിച്ചു. മൂടില്ല, മൂടുമില്ല, മൂഞ്ഞിപ്പോ മൂടും ഉണ്ട്, പക്ഷെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. എന്നാലോ അപ്പൊ അത് ചെറിയ തെറ്റ് തന്നെയാണ്. കാരണം പറയാ അതല്ലേ വിഷയം. അവിടെ ഭർത്താവിനോട് ചെയ്യുന്ന ഒരു തെറ്റ് എന്തുകൊണ്ട് അള്ളാഹു തആല വ്യക്തമാക്കിയിട്ടും പറയുന്നുണ്ട് ഇത് കൃഷിയിടാണെന്ന്. അഭിപ്രായ വ്യത്യാസമല്ലല്ലോ? നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, എനിക്കില്ല. ഞാൻ പറഞ്ഞു തീർത്ത് മനസ്സിലാക്കി തരാം. മനസ്സിലാക്കണോടത്ത് വരുന്ന വ്യത്യാസമാണ്. അവർക്ക് പ്രവേശിക്കണം, അതിന് ചെയ്തു കൊടുക്കണം. ആജീവനാന്ത ലീസ് അഗ്രിമെന്റ് ആണ് മഹറിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ളത്. സ്ത്രീ ശരീരം പുരുഷന്റെ അധീനതയിലുള്ളതാണ്, വഴങ്ങി കൊടുക്കൽ നിർബന്ധമാണ്. ഇതല്ല നിങ്ങളൊക്കെ പറയണത്? എങ്ങനെ സ്ത്രീ ശരീരം മഹറിലൂടെ പുരുഷൻ അധീനപ്പെടുത്തി കിട്ടിയതാണ്. പുരുഷന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വഴങ്ങിക്കൊടുക്കൽ പടച്ചോൻ സ്ത്രീകളുടെ മേൽ ബാധ്യതയാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മലക്കുകൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് സ്ത്രീയുടെ ബാധ്യതയാണ്, പുരുഷന്റെ അവകാശമാണ്. ഇതല്ല നിങ്ങളെ കഥ. ഞാൻ ഇത് വ്യത്യാസങ്ങളോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ? എന്ത് വ്യത്യാസം? അതായത് 100% നീതിമാന 100% നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയ നിയമത്തിനാണ് ദീൻ പറഞ്ഞത്. ഈ നിയമത്തിൽ ഒരു ന്യൂനത ഉണ്ടാവില്ല. അത്ര തന്നെ ആ വിഷയത്തിൽ പറഞ്ഞു. നിങ്ങളെ വിവരക്കേട് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു ന്യൂനത ഇല്ലല്ലോ. എങ്ങനെ? ഇതിലിപ്പോ ഒരു ന്യൂനത. സ്ത്രീ ശരീരം അവരുടെ ലൈംഗികാവയവുമായി ബന്ധപ്പെടുത്തി വില പറഞ്ഞുറപ്പിച്ച് പുരുഷൻ അധീനപ്പെടുത്തി കൊടുക്കുന്ന ഏർപ്പാടാണ് കല്യാണം, ഇസ്ലാമിലെ കല്യാണം. ഒരു സെക്കൻഡ് ഞാൻ പറയാം, ഉദാഹരണത്തോട് പറയാം. ഒരു ഉദാഹരണത്തോട് പറയാം, പറയട്ടെ, അത് കംപ്ലീറ്റ് അല്ല. അതിന് നിശ്ചയിക്കുന്ന മൂല്യമാണ് മഹർ. അങ്ങനെ മഹർ നിശ്ചയിച്ച് സ്ത്രീ ശരീരം ഈ മഹറിന് പകരമായി പുരുഷന് കൈമാറിയാൽ പിന്നെ ആ പുരുഷൻ ഈ കൃഷിയിടത്തിൽ സുഖാസ്വാദനം തടയാൻ ഈ സ്ത്രീക്ക് അവകാശമില്ല. അത് മാത്രല്ല ലേഖ സാഹിബ്, വ്യത്യാസമില്ല. ഞാൻ പറയാം
അല്ല ഇത് പോരായ്മ ഉണ്ടെന്നുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഒരു സ്ത്രീയുടെ ബാധ്യത ഭർത്താവ് ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഫർദ് സുന്നത്തായി മാറുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞുതരാം. ഓൾക്ക് ഫർളായി കിടക്കുന്ന സംഗതി ഭർത്താവ് ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് അവൾക്ക് സുന്നത്തായി മാറി. ഞാൻ ഡീപ്പായിട്ട് പറയാം. അതായത് ഒരു ഒരു കുട്ടിക്ക് അസുഖമായി, തിരക്കൂട്ടല്, ഒരു കുട്ടിക്ക് അസുഖമായി, ഭർത്താവിന്റെ കയ്യിൽ ഒന്നുമില്ല, പാപ്പരാണ്. അതേ സ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് റുപ്യ സ്ത്രീന്റെ കയ്യിലുണ്ട്. ഈ സ്ത്രീ അതിന് ഒരു റുപ്യ ചെലവഴിക്കേണ്ട ബാധ്യതല്ല. ഇത് ബാധ്യതല്ലാതെ ചെലവഴിക്കാതെ ആ കുട്ടി മരണപ്പെട്ടു പോയാലും ശരി, ആ കുട്ടിനോട് പടച്ചോൻ ചോദിക്കൂല ഈ എന്തുകൊണ്ട് ചെലവാക്കില്ല എന്നുള്ളത്. കണ്ടോ? ആ പെണ്ണിനോട് ചോദിക്കൂല. ഓൾക്ക് സുന്നത്തുള്ളൂ, ഓൾക്ക് സുന്നത്തുള്ളൂ. അതേ സ്ഥാനത്ത് ഇതിനും പിടിക്കൽ ആരാണ്? ഇതുപോലെ ഒരു വലിയ ബാധ്യത ഒരു ഭർത്താവ് തലേക്ക് വെച്ച് കേറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പഠിച്ചോ പറഞ്ഞത്, അഥവാ സുജൂദ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് സ്വന്തം ഭാര്യക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അവിടെ പറയാനുള്ള കാരണം. ഇത് ഡീപ്പായിട്ട് സംസാരിക്കേണ്ട വിഷയം തന്നെയാണ്. നിങ്ങൾ ഞാൻ ഒരു ഉപകാരം വ്യക്തിപരമായിട്ട് നിങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്. ഞാൻ നല്ല പച്ചയിൽ നിങ്ങൾ വഞ്ചിച്ചെങ്കിലും മകന്റെ അതായത് ഈ ഭാര്യയിലുണ്ടായ കുട്ടിയുടെ ചികിത്സക്കാരിയല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? എല്ലാത്തിനും മാറ്റം വന്നാണ്. ഇനി നിങ്ങൾ സംരക്ഷണത്തിലിരിക്കുന്ന ഭാര്യക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത തരത്തിലൊരു അസുഖം പിടിപെട്ടാൽ ചെയ്യാൻ പാടില്ല. അത് ചികിത്സിക്കല് ഭർത്താവിന്റെ ബാധ്യതയാണോ? നിർബന്ധാണ്. എവിടെ? എങ്ങനെ? എവിടെ? എങ്ങനെ? എവിടെ? അതായത് കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോ സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാത്ത തരത്തിലൊരു അസുഖം ഉണ്ടായി. ആ ചികിത്സിച്ച് ഭേദപ്പെടുത്തല് ആരുടെ ഉത്തരവാദിത്തം? അത് സാമാന്യമായിട്ട് ആരുത്തരവാദിത്തങ്ങൾ നിങ്ങൾ പറയാം. സാമാന്യല്ല, സാമാന്യം പിടി. സാമാന്യ ഉത്തരവാദിത്തം നമുക്ക് വേറെ നോക്കാം. നിങ്ങൾ ഷെറൈന്റെ മസാല പറയും. നേരത്തെ പെൺകുട്ടിക്ക് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും ചെലവാക്കേണ്ട ബാധ്യത അല്ല എന്നാണല്ലോ പറഞ്ഞത്. അതെ. ഇതിൽ ഈ പുരുഷന് ബാധ്യത ഉണ്ടോ? ഈ സ്ത്രീയുടെ ബാധ്യത പറഞ്ഞ സുന്നത്തല്ല. എന്താ നിങ്ങൾ പറയുന്നത്? കൂട്ടിക്കോക്കല്ലേ? ഞാൻ മനസ്സിലാൻ വേണ്ടി 2 കൊല്ലത്ത് പറഞ്ഞു തരാന്നുള്ളൂ, അല്ലാതെ വേറെ വിഷയത്തിലല്ല. അതായത് ഓളെ സംബന്ധിച്ചോട്ടോളം ഫർദ് ഇവിടെ സുന്നത്തായി മാറി. അതില്ലെങ്കിൽ ഓൾക്ക് ഫർളായിട്ട് ഉത്തരവാദിത്തം എങ്ങനെ? അതായത് വിവാഹം കഴിക്കാതെ കൊടുത്ത് അങ്ങനെയല്ല. തിരക്കൂട്ടലി മുത്തേ. അതായത് മാളെ കെട്ടിച്ചു വിടുന്നതിന്റെ മുന്നേ ആ ഉത്തരവാദിത്തം കിടക്കുന്നത് ഉമ്മാനോടും ബാപ്പാനോടാണ്. കെട്ടിച്ചു വിട്ട അമ്മായിമാനോട് അമ്മോഷാക്കാനായിട്ട് മാറിയത്. അവിടെ മാറ്റം വന്ന് അപ്പൊ ഇപ്പത്തെ ബാധ്യത അള്ളാഹുത്തല ഒഴിവാക്കി കൊടുത്ത് ഉത്തരവാദിത്തോടെ ഏർപ്പാടാക്കി കൊടുത്ത്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും. ഈ ചെലവിന് കൊടുക്കൽ ആരെയാണ്? ഭാര്യയുടെ ചികിത്സ ആരുടെ ബാധ്യതയാണെന്ന് ഞാൻ ചോദിച്ചേ. ഭർത്താവിന്റെ ബാധ്യത എന്നുള്ളതിൽ ആർക്കാ സംശയമുള്ളത്? എവിടെ? നിങ്ങൾ പറയും. നിങ്ങൾ ഇപ്പൊ ബാധ്യത അതിന് തെളിവിന് തന്നാ മതി. എന്തോ ഒരു കഥ. അതായത് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആ സാഹചര്യം മനസ്സിലാക്കി വെച്ചാട്ടോ, ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ. അതായത് ബഹുമാനപ്പെട്ട സഹാബാക്കളെ ജീവിതത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ദീൻ എന്ന് പറയാം. അതിൽ വ്യത്യാസമില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ ഖുർആനാണല്ലോ. അതായത് അതിന്റെ സ്ട്രക്ചർ ഒറിജിനൽ നിബിധങ്ങൾ പറഞ്ഞല്ലോ. എന്റെ സഹാബാക്കൾ 100% നിശ്ചയത്തിന് തുല്യരാണ്. നിങ്ങൾ ആരോ അതുപോലെ അള്ളാഹു തആല പറഞ്ഞു റളിയല്ലാഹു അൻഹും വറദു അൻഹു പറഞ്ഞല്ലോ. സർട്ടിഫിക്കറ്റ് എടുത്തല്ലോ. അതിന്ന് കോപ്പി എടുക്കാന്നുള്ളതുള്ളൂ, മതിയല്ലോ. അപ്പം ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള 1-2 വിഷയങ്ങൾ മുസ്ലിങ്ങളുടെ ശ്രദ്ധയിൽ വന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ 4 പെണ്ണുങ്ങളെ കെട്ടിയിറങ്ങാലും ശരി, ആ പെണ്ണ് തെറ്റിപ്പോല. പറഞ്ഞു മനസ്സിലാക്കി തരാം. അല്ല മായർമ്മ പൂർത്തിയാക്കി പോന്നാ പോലെ. എല്ലാരും കേട്ടോട്ടെ. അതായത് സ്ത്രീ അവളുടെ ശരീരത്തെ ഭർത്താവിൽ ഏൽപ്പിക്കുകയോ അവളുടെ ശരീരത്തെ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയോ അവൾ ചെറിയവളാണെങ്കിൽ അവളെ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയോ ചെയ്താൽ മാത്രമേ അവൾക്ക് ചെലവിന് കൊടുക്കൽ അവന് നിർബന്ധമുള്ളൂ. ഭർത്താവ് വലിയനായിരിക്കലും സംയോഗത്തിന് പക്വത എത്താത്ത കുട്ടിയാണെങ്കിലും സമമാണ്. എന്നാൽ ഭാര്യ സംയോഗത്തിന് പാകത എത്താത്ത കുട്ടി എന്ന നിലയിലാണ് ഭർത്താവിനെ ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ അവൾക്ക് ചെലവ് കൊടുക്കൽ അവന് നിർബന്ധമില്ല. ഈ പാരഗ്രാഫാണ് തീർത്തോട്ടെ. രാത്രിയും പകലും സുഖം അനുഭവിക്കലിന് വിസമ്മതം പ്രകടിപ്പിക്കാത്ത നിലയിൽ ഭർത്താവിന് പരിപൂർണ സൗകര്യം ചെയ്തു കൊടുക്കലും ചിലവ് കൊടുക്കൽ നിർബന്ധമാകലിന് നിബന്ധനയാണ്. അല്പസമയെങ്കിലും അവൾ പിണങ്ങുകയോ ഭർത്താവിന്റെ അനുവാദം കൂടാതെ അല്ലെങ്കിൽ അനുവാദത്തോടു കൂടെ തന്നെ അവളുടെ ആവശ്യത്തിനു വേണ്ടി യാത്ര ചെയ്യുകയോ അവൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുകയോ
അവന്റെ അനുവാദം കൂടാതെ ആലോചിച്ചോളിട്ടോ, സുന്നത്ത് അനുഷ്ഠിക്കുകയോ അടിമ സ്ത്രീയായ ഭാര്യയെ യജമാനൻ രാത്രി മാത്രം ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്താൽ അവൾക്ക് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. അതിനെന്താ അത്ഭുതം പറയുന്നത്? ഒരത്ഭുതമല്ല. എന്നാ പറയാ, അതായത് അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയപ്പോ മനസ്സിലാവും, അതിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയപ്പോ മനസ്സിലാവും. ഫിഖ് സംബന്ധമായിട്ട് ഉലമാക്കൾ തയ്യാറാക്കുന്ന ഓരോ അവസ്ഥക്കനുസരിച്ച് കുട്ടി കൊടുക്കാൻ പറ്റുന്ന കുട്ടി കൊടുക്കാൻ പറ്റുള്ളൂ, മുതിർന്നവർക്ക് കൊടുക്കുന്ന കുട്ടിക്ക് തീരെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഭക്ഷണം കുട്ടി ചെയ്യുമ്പോ അതെ ഫിഖ് ഉലമാക്കൾ ഫിഖിന്റെ പണ്ഡിതന്മാർ തയ്യാറാക്കണ മസലാണ് മാന്യൽ കഴിച്ചാൽ മതി. ഭർത്താവ് ഭാര്യക്ക് ചെലവിന് കൊടുക്കാനും ബാധ്യതപ്പെട്ടു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതായത് നിക്കാഹിലൂടെ സ്ത്രീ സ്വന്തം ശരീരവും അവകാശങ്ങളും ഒക്കെ പുരുഷന് വേണ്ടി ത്യജിക്കും. അപ്പൊ അതിന് വേണ്ടി വില നിശ്ചയിക്കാൻ സ്ത്രീക്ക് അവകാശം കൊടുത്തു. എന്നിട്ട് ഒരു മിനിറ്റ് എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ഇവര് ഈ വില നിശ്ചയിച്ച ഈ ഭർത്താവ് ഈ സ്ത്രീയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ്. ഒരു കുന്തവും ഏറ്റെടുക്കുന്നില്ല. ഈ ലൈംഗിക ആസ്വാദനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാ ബാധ്യതകളും പുരുഷന് വരുന്നത്. അപ്പൊ മാത്രമാണ് സ്ത്രീകൾക്ക് അത് അവകാശമാവുന്നത്. ഇതൊക്കെ ഞാൻ വായിച്ചു തരാം. നിങ്ങളെ മഞ്ഞക്കണ്ണ് അല്ല ഞാൻ പറഞ്ഞ നിയമങ്ങൾ എടുത്ത് സംസാരിക്കും, സമയം കളയണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ കുളി. പ്രത്യേകിച്ച് ഇപ്പം നിസ്കാരമൊക്കെ ഇപ്പൊ ഒരു എന്താ സ്ത്രീകൾക്ക് വലിയ അശുദ്ധിയൊക്കെ ഉണ്ടായാൽ കുളിക്കണല്ലോ. ഇനി കേട്ടോളിട്ടോ, തലയിൽ തേക്കാനുള്ള എണ്ണ, താളി, ചീർപ്പ്, കുളിക്കാനുള്ള വെള്ളത്തിന്റെ വില എന്നിങ്ങനെ അവൾക്ക് ആവശ്യമുള്ള കൊടുക്കൽ അവൻ നിർബന്ധമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ കുളിയുടെ കാരണം സംയോഗമോ പ്രസവോ ആണെങ്കിലേ കുളിക്കാനുള്ള വെള്ളത്തിന്റെ വില കൊടുക്കേണ്ടതുള്ളൂ എന്ന്. അതായത് എന്താ പറയാ, നമ്മൾ ഇതിന് പറയാം ആർത്തവം. ഹൈള് എന്നിൽ നിന്നുള്ള മുക്തി നേടിയിട്ടുള്ള വലിയ കുളിക്കാനുള്ള സോപ്പും ചീപ്പും കണ്ണാടിയും പോലും കൊടുക്കേണ്ട ബാധ്യത ആർക്കില്ല? ഭർത്താവിനില്ല. ഇനി സംയോഗം കൊണ്ടും പ്രസവം കൊണ്ടും ഉണ്ടാവുന്ന കുളി നിർബന്ധമാകുമ്പോ അതിനുള്ള എണ്ണയും താളിയൊക്കെ കൊടുക്കല് ഭർത്താവിന്റെ ബാധ്യത ആവുന്നത് എന്തുകൊണ്ടാ അറിയോ? ആ കുളി നിർബന്ധമാകലിന്റെ കാരണക്കാരൻ ഇവനാകുന്നതാണ് അല്ലേ? ഇനി സുഗന്ധദ്രവ്യത്തിന്റെ വിലയോ വൈദ്യന്റെ കൂലിയോ കൊടുക്കലും മരുന്നുകളോ അതുപോലെയുള്ളതോ വാങ്ങിക്കൊടുക്കലും നിർബന്ധമില്ല. ഒക്കെ സമ്മതിച്ചു. ഇതൊക്കെ അടിസ്ഥാനം എന്താണ് പിടുത്തം കിട്ടാത്തോണ്ടാണ് ബാധ്യത എന്ന് പറഞ്ഞത്. അതായത് ജനറൽ ആയിട്ടുള്ള ദീന്റെ നോളജ് ആദ്യം എടുക്കേണ്ടത്. ഞാൻ പറയാം, അതാ പറഞ്ഞ കേൾക്ക്, അല്ലെങ്കിൽ ഫോൺ കൂടെ ഫോണിൽ തർക്കിക്കാൻ സംസാരിക്കുന്ന കാര്യമില്ല. സ്ത്രീയുടെ കയ്യിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടെങ്കിലും മക്കളുടെ ചെലവ് അല്ലെങ്കിൽ മക്കളുടെ ചികിത്സയൊക്കെ ഭർത്താവിന്റെ ബാധ്യതയാണ്. അത്രമേൽ ബാധ്യതയാണ് വെച്ചു കൊടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ. അതേന്ന് ആ ഭർത്താവിന് സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ബാധ്യത വരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? സുഖാസ്വാദനത്തിന് രാവും പകലും ഏർപ്പാടാക്കി കൊടുക്കുന്ന ഘട്ടത്തിൽ മാത്രമേ അതൊരു വിഷയാണ്. പൊന്നാര മുത്തലേക്കത്ത് അതൊരു പാർട്ടാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ബാക്കി മുസ്ലിങ്ങൾ നല്ലോണം കൊടുക്കും. അതിലിപ്പോ എന്താ ചെയ്യാ? അത് നല്ല മനുഷ്യന്മാരാണ്, ഓല് കിതാബ് നോക്കിയിട്ടല്ല അളന്നു കൊടുക്കണത്. പക്ഷെ ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കൽ നിർബന്ധമായത്. അപ്പൊ സ്ത്രീയുടെ സംരക്ഷണം പുരുഷൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നത് വെറും നുണയാണ്. സ്ത്രീയുടെ ശരീരം ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ലീസിന് എടുക്കുന്ന ഏർപ്പാടാണ് ഇസ്ലാമിലെ കല്യാണം. ഇതാണ് മാന്യമായ ഭാഷയിൽ പറയാൻ പറ്റുന്നത്. അതാണ് നിങ്ങളെ വിവരക്കേട് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഫോണിലാണെന്നില്ല, അല്ലാത്ത രീതിയിൽ നിങ്ങളിപ്പോ ജയിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കണില്ല. അവിടെ വിഷയം വരുന്നുണ്ട്. അതായത് തെക്കുമ ഫത്വ മസല അല്ലേ? ഒരു മനുഷ്യൻ മൂമിനായ മനുഷ്യൻ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്? അവസാനത്തെ കല്യാണം മസല എന്നുള്ള ഈ മസല ആരുണ്ടാക്കുന്നതാണ്? തെക്കുവ എന്നുള്ള പറഞ്ഞ പാർട്ടി എവിടെയുള്ളത്? തെക്കുവന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോല. ഞാൻ പഠിപ്പിച്ചിറങ്ങി അതേ സ്ഥാനം അതേ സ്പോട്ട് തന്നെ ഒരു 4 പെണ്ണിട്ടിയാലും തെറ്റിപ്പോല. 2 നിയമം അള്ള പറഞ്ഞ പൂർത്തിയാക്കിയാൽ മതി. അതിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? ഈ ഒരു സൈക്കോളജിന്റെ തക്കുവന്റെ അടിസ്ഥാനത്തിൽ വാപ്പാന്റെ തല വെട്ടിയാലും കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? തെക്കുവണ്ടായ ഒരു വാപ്പാന്റെ തല വെട്ടിയാലും മുഹൂർത്തം വിട്ടൂലേ? ഉറപ്പല്ലേ? അല്ലെന്ന് വാപ്പാന്റെ തല വെട്ടിയാലും തെക്കുവന്റെ മുകളിലല്ല സിറ്റുവേഷൻ ഉണ്ടാവൂലേ? തെക്കുവന്റെ മുകളിൽ വാപ്പാന്റെ തല വെട്ടിക്കഴിഞ്ഞാൽ പഠിച്ചോൻ വിടൂലല്ലോ, ശിക്ഷിക്കുമല്ലോ. തക്കുവന്റെ പുറത്ത് വാപ്പാന്റെ തല വെട്ടണം എന്നുള്ള ഒരു ഘട്ടാണെങ്കിൽ വെട്ടാലോ? തക്കുവന്റെ പുറത്താണെങ്കിൽ പറ്റൂല. നിങ്ങൾ ഒന്ന് ഫത്ത് കാട്ടി തേരി. നിങ്ങൾ പറഞ്ഞ മതി കേൾക്കൂ. നിങ്ങൾ എവിടുന്നെടുത്ത് തേരി? തെക്കുവന്റെ അടിസ്ഥാനത്തിൽ വാപ്പാന്റെ തല വെട്ടണം നിങ്ങൾ കാണിച്ചു വെറുതെ പറഞ്ഞു.
അല്ലെങ്കിൽ ഖുർആൻ ഷരീഫ് അല്ല, മുഴുവൻ അബൂബൈദത്തുൽ ജറാഹിന്റെ കഥ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? സംസാരിക്കുന്ന നിങ്ങള് ഞാൻ ചോദിക്കണേന് പറഞ്ഞിരുന്നാല് എന്ത് അബൂബൈദത്തുൽ ജറാഹിന്റെ കഥ നിങ്ങൾക്ക് അറിയില്ല? ലേഖസാഹിബ് ആ വിഷയം ഞാൻ നിങ്ങളായിട്ട് ഒരിക്കൽ പറഞ്ഞതാണല്ലോ. ഞാൻ ഇപ്പൊ ICUലുള്ളത്, അത് ഇവിടെ ഹോസ്പിറ്റലുള്ളത്, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ല പുറത്തിട്ട് പോയി വിട്ടിയപ്പം വിളിച്ചാണ്. ഞാൻ വിളിക്കാം. ഇതിലും വലിയ സാധനം വേറെ ഒന്നുമില്ല, ഇതിലും വലിയ വിഷയം ലോകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് ആയിക്കോട്ടെ, ഞാൻ വിളിക്കും, തിരിച്ചു വിളിക്കും. ശരി, ഓക്കെ.